അരനൂറ്റാണ്ടിലേറെക്കാലം കേരള നിയമസഭാ അംഗവും ഏറെക്കാലം മന്ത്രിയുമൊക്കെ ആയിരുന്ന കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് കെ എം മാണി. ആ കെ എം മാണിയുടെ ആത്മകഥ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് പ്രകാശനം ചെയ്യാനിരിക്കുകയാണ്. മാതൃഭൂമി ബുക്സ് ആണ് അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പക്ഷേ ആത്മകഥ പ്രകാശനത്തിന് മുമ്പ് തന്നെ വിവാദങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. ആത്മകഥയിൽ കോൺഗ്രസ് നേതാക്കളെ, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയെയും ഉമ്മൻചാണ്ടിയെയും ലക്ഷ്യം വയ്ക്കുന്ന ഒളിയമ്പുകൾ ഒരുപാട് ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് കെ എം മാണി. കെ എം മാണിയുടെ ആത്മകഥയിൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയാണ് ഏറ്റവും രൂക്ഷമായ വിമർശനങ്ങൾ ഉള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആത്മകഥയുടെ പ്രസക്ത ഭാഗങ്ങൾ മാതൃഭൂമി ഓൺലൈൻ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ആ പ്രസക്ത ഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കെ എം മാണി പറയുന്നുണ്ട്. ആ പ്രസക്ത ഭാഗങ്ങൾ ഞാനത് വായിക്കാം. രമേശ് ചെന്നിത്തലയ്ക്ക് തന്നോടുള്ള പ്രതികാര മനോഭാവം ഉടലെടുത്തത് മുഖ്യമന്ത്രിയാവാൻ പിന്തുണ നൽകാത്തതിനാലാണെന്ന് കെ എം മാണി വിശദമാക്കുന്നുണ്ട്. ബാർ ലൈസൻസ് പുതുക്കാനുള്ള ഫയൽ നിയമമന്ത്രിയായിരുന്ന തന്നെ മറികടന്നാണ് എക്സൈസ് മന്ത്രിയായ കെ ബാബു നിയമസഭയിൽ എത്തിച്ചതെന്നും കെ എം മാണി ചൂണ്ടിക്കാട്ടുന്നു. UDF-ന്റെ ശില്പികളിൽ ഒരാൾ കൂടിയായ എനിക്ക് UDF-ൽ നിന്നും ലഭിക്കേണ്ടുന്ന പിന്തുണ ലഭിച്ചില്ല എന്നത് തന്നെ എന്നെ വേദനിപ്പിച്ചു. മാത്രവുമല്ല, ഐക്യമുന്നണിയുടെ ഒരു നേതാവിനെ വട്ടമിട്ട് ആക്രമിച്ച ഒരാളുടെ മകളുടെ കല്യാണാഘോഷത്തിൽ പങ്കെടുക്കാൻ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പിന്നീട് അയാളുടെ വീട്ടിൽ പോയി വിവാഹ നടത്തിപ്പുകാരായി മാറി. അതും മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി. മന്ത്രിസഭയിൽ തങ്ങളുടെ സഹപ്രവർത്തകനെ വേട്ടയാടുന്ന ഒരു വൈരിയുടെ വീട്ടിൽ പോയ സാഹചര്യം ഒഴിവാക്കാമായിരുന്നു. ഞാനാണെങ്കിൽ പോകുമായിരുന്നു. അടൂർ പ്രകാശിന്റെ വീട്ടിൽ പോകുന്നത് മനസ്സിലാക്കാം. അദ്ദേഹം കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ്. പക്ഷേ ബാർ ഉടമയുടെ വീട്ടിൽ പോകേണ്ട കാര്യം എന്തായിരുന്നു? ആത്മകഥയിൽ കെ എം മാണി എഴുതുന്നു. വളരെ രൂക്ഷമായ ചില വിമർശനങ്ങളും ഒളിയമ്പുകളും നിറഞ്ഞതാണ് കെ എം മാണിയുടെ ആത്മകഥ എന്ന് പറയാൻ കഴിയില്ല. അതിലെ പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ പുറത്തു വന്ന ഭാഗങ്ങളിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്, രമേശ് ചെന്നിത്തലയ്ക്ക് തന്നോടുള്ള അതൃപ്തിയും ബുദ്ധിമുട്ടുമൊക്കെ രൂപപ്പെട്ടത് രമേശ് ചെന്നിത്തലയുടെ മുഖ്യമന്ത്രിയാകാനുള്ള ആഗ്രഹത്തിന് താൻ പിന്തുണ പ്രഖ്യാപിക്കാത്തത് കൊണ്ടാണ് എന്ന് കെ എം മാണി വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഭരണകാലത്ത് ബാർക്കോഴ കേസിൽ നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയ ബാർ ഉടമ കൂടിയായ ബിജു രമേശിന്റെ മകളും തമ്മിലുള്ള വിവാഹമാണ്. ആ വിവാഹം വലിയ സംഭവം, വലിയ വാർത്തയായിരുന്നു. കാരണം ബിജു രമേശ് കെ എം മാണിക്കെതിരെ ഉൾപ്പെടെ വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തി ചാനൽ മുറികളിൽ സജീവമായി നിൽക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ഈ വിവാഹവും നടന്നത്. പക്ഷെ ആ വിവാഹത്തിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അടൂർ പ്രകാശിന്റെ വീട്ടിൽ മാത്രമല്ല ബിജു രമേശിന്റെ വീട്ടിലും പോയിരുന്നു എന്ന് കെ എം മാണി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് അന്ന് തന്നെ വലിയ വാർത്തയായതായിരുന്നു. അത് കെ എം മാണിക്ക് ഏറെ ബുദ്ധിമുട്ടും മനോവിഷമവും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. നമുക്കറിയാം, ബാർക്കോഴ കേസിന്റെ പേരിൽ കെ എം മാണിയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഏറ്റവും കൂടുതൽ രഹസ്യമായി കളികളും നീക്കങ്ങളും നടത്തിയത് കോൺഗ്രസ് നേതാക്കൾ തന്നെയായിരുന്നു. കോൺഗ്രസിലെ ഒരു വിഭാഗമായിരുന്നു മാണി കോൺഗ്രസിനെ തളർത്താനും മാണിയെ തളർത്താനും എന്ന ലക്ഷ്യത്തോടെ ബാർക്കോഴ കേസിൽ നിർണായകമായ ചില നീക്കങ്ങൾ നടത്തിയത്. അത് തിരിച്ചറിഞ്ഞ, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായൊക്കെ തന്നെയാണ് ഈ ആത്മകഥയിലെ വെളിപ്പെടുത്തലുകളുടെ ഒക്കെ കൂടി ഭാഗമായി തന്നെയാകണം കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇപ്പോൾ ഇടതുമുന്നണിയിലാണ്. കേരള UDF-ന്റെ രൂപീകരണ കാലം മുതൽ UDF-ന്റെ ഭാഗമായ, UDF-ന്റെ ഏറ്റവും അവിഭാജ്യമായ ഘടകകക്ഷികളിലൊന്നായ കേരള കോൺഗ്രസ് മാണി വിഭാഗം എങ്ങനെ LDF-ലെത്തി എന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ കൂടിയാണ് ഈ കെ എം മാണിയുടെ ഈ ആത്മകഥയിലെ വെളിപ്പെടുത്തലുകളെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഇനി ഈ വെളിപ്പെടുത്തലുകൾ വലിയൊരു പൊട്ടിത്തെറിയൊന്നും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇപ്പോൾ LDF-നൊപ്പം അടിയുറച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇനി ഇതൊരു പൊട്ടിത്തെറി ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ എങ്ങനെയാണ് കോൺഗ്രസും കോൺഗ്രസ് നേതാക്കളും അവരുടെ UDF ഘടകകക്ഷികളെ ട്രീറ്റ് ചെയ്യുന്നതെന്നും അവരെ പരിഗണിക്കുന്നതെന്നും ഇതിൻ്റെ തെളിവ് കൂടിയാണ് ഈ ആത്മകഥയിലെ വെളിപ്പെടുത്തലുകളെന്ന് പറയാതിരിക്കാൻ കഴിയും.